ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകരെ, ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പരമ്പരയുടെ പുതിയ നിയമത്തിൻ്റെ പുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ യോഹന്നാൻ സുവിശേഷത്തിൻ്റെ 13-ാം അധ്യായം നമ്മൾ പഠിച്ചു തുടങ്ങി. ആദ്യത്തെ 20 വാക്യങ്ങളാണ് നമ്മൾ പഠന വിധേയമാക്കുന്നത്. യേശു കർത്താവിനെ പെസഹ കുഞ്ഞാടായി അവതരിപ്പിക്കുന്ന പഴയ നിയമത്തിലെ പെസഹായുടെ ചരിത്ര പശ്ചാത്തലത്തിൽ യേശു കർത്താവ് തൻ്റെ അന്ത്യത്താഴം കഴിക്കാൻ ശിഷ്യന്മാരോടൊപ്പം എത്തുന്നതാണ് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിക്കൊണ്ട് അന്ത്യത്താഴം കഴിക്കുന്ന യേശു കർത്താവിൻ്റെ ഈ എപ്പിസോഡിലൂടെ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതിൻ്റെ തുടർച്ചയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത്. പഴയ നിയമത്തിൽ ഇസ്രയേൽ ജനങ്ങൾ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും മോശയിലൂടെ വിമോചിപ്പിക്കപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പുറപ്പെടുന്നതിന് മുൻപായി പെസഹ തിരുനാളിലാണ് പുളിപ്പില്ലാത്ത അപ്പം കഴിച്ച് അവർ യാത്ര ആരംഭിച്ചത് എന്ന് പുറപ്പാട് ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. രക്ഷാകരമായ ആ കടന്നുപോകലിൻ്റെ പശ്ചാത്തലത്തിലാണ് പെസഹ കുഞ്ഞാടുകൾ കൊല്ലപ്പെടുന്ന ദിവസവും സമയത്തും തന്നെ പെസഹ കുഞ്ഞാടായി യോഹന്നാൻ അവതരിപ്പിക്കുന്ന യേശു കർത്താവ് സമാന്തര സുവിശേഷകന്മാരിൽ നിന്നും ഭിന്നമായി കാൽവരി കുരിശിൽ മരിക്കുന്നത് എന്നതാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ ക്രൂശീകരണത്തിൻ്റെയും പെസഹ ആചരണത്തിൻ്റെയും പ്രത്യേകതയും വ്യത്യസ്തതയും അനന്യതയുമായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. ഇവിടെ ഈശോയുടെ പാർശ്വം പിളർക്കപ്പെടുന്ന സംഭവം പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ പെസഹ കുഞ്ഞാടിനെ പറ്റി പറയുന്ന വാക്കുകൾ പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ആ വചനഭാഗം കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്നും 12-ാം അധ്യായത്തിൻ്റെ 46-ാമത്തെ വാക്യം ഒന്ന് വായിച്ച് കേൾക്കാനായി ശ്രമിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 46-ാം തിരുവചനമാണ്. വചനം ഇപ്രകാരം പറയുന്നു: പാകം ചെയ്ത വീട്ടിൽ വെച്ച് തന്നെ പെസഹ ഭക്ഷിക്കണം. മാംസത്തിൽ നിന്ന് അല്പം പോലും പുറത്തു കൊണ്ടുപോകരുത്. ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയുമരുത്. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും വിമോചിപ്പിക്കപ്പെടുന്ന രാത്രിയിൽ തന്നെ പുളിമാവിന് വേണ്ടി വെച്ചിരിക്കുന്ന മാവെടുത്ത് പുളിക്കാൻ കാത്തു നിൽക്കാതെ അപ്പമുണ്ടാക്കി നിങ്ങളുടെ ആടുകളിൽ ഒന്നിനെ കൊന്ന് ആ ആടിനെ കൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിയാതെ ആടിനെ പാകം ചെയ്ത് ഭക്ഷിക്കണമെന്നാണ് പുറപ്പാട് പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വാക്കുകളുടെ പൂർത്തീകരണമായി യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിന് 36-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനഭാഗം അതിനോട് ചേർന്നു പോകുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനം, അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. പെസഹ കുഞ്ഞാടിൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടരുത് എന്നുള്ളത് യഹോവ ദൈവം മോശയിലൂടെ ദൈവജനത്തിന് കൊടുത്ത കൽപ്പനയാണ്. അതെവിടെ നമ്മൾ കണ്ടത്? പുറപ്പാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ. അതുകൊണ്ട് അത് പൂർത്തിയാകുന്ന പെസഹ കുഞ്ഞാടു തന്നെയാണ് യേശു കർത്താവ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 36-ാം തിരുവചനത്തിലെ ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടാത്ത കുഞ്ഞാടാണ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. അപ്രകാരമുള്ള പെസഹ കുഞ്ഞാടിനെ ആയിരിക്കണം പുറപ്പാടിന് മുൻപായി നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എന്നും ദൈവമായ കർത്താവ് ഇസ്രായേൽ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പുറപ്പാട് പുസ്തകത്തിൽ
പെസഹ ആചരണത്തെക്കുറിച്ച് ഇസ്രായേൽ ജനത്തിന് നൽകിയ നിർദ്ദേശത്തിൽ ആടിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കരുത് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നതാണ് 12-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനത്തിൽ പുറപ്പാട് ഗ്രന്ഥത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. ഇതിലൂടെ ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈശോയെ പെസഹ കുഞ്ഞാടായി അവതരിപ്പിക്കുന്ന യോഹന്നാൻ ശ്ലീഹ കുരിശിൽ നിന്നിറക്കുന്നതിന് മുൻപ് ഈശോയുടെ കാലുകൾ മാത്രം തകർത്തില്ല എന്നത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. 19-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനത്തിൽ നമുക്കതിനെക്കുറിച്ച് കൃത്യമായി യോഹന്നാൻ സുവിശേഷകൻ ഒരു വിവരണം നൽകുന്നുണ്ട് എന്നുള്ളത് സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 36-ാം തിരുവചനമാണ് അവൻ്റെ അസ്ഥികളിൽ ഒന്നുപോലും തകർക്കപ്പെടുകയില്ല എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത്. മനസ്സിലായോ? പുറപ്പാട് ഗ്രന്ഥം 12-ാം അധ്യായം 46-ാം തിരുവചനത്തിൽ പ്രവചിക്കപ്പെട്ടതുപോലെ, ഇസ്രായേൽ ജനങ്ങൾക്ക് നിർദ്ദേശിച്ചതുപോലെ പെസഹ കുഞ്ഞാടിൽ ഒന്നിൻ്റെ പോലും അസ്ഥികൾ ഒടിക്കരുത് എന്നുള്ള ആ നിർദ്ദേശം യേശു കർത്താവിലും പൂർത്തിയായി എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് കുരിശിൽ നിന്ന് ഇറക്കുന്നതിന് മുൻപ് ഈശോയുടെ കാലുകൾ മാത്രം തകർത്തില്ല എന്ന് പ്രത്യേകമായി യോഹന്നാൻ സുവിശേഷകൻ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യ അധ്യായത്തിൽ ഈശോ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്ന് സുവിശേഷകനായ യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നതും ഈ സന്ദർഭത്തിൽ സ്മരണീയമാണ് എന്നെനിക്ക് തോന്നുകയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്തിനു വേണ്ടിയാണ് പഴയ നിയമത്തിൽ കുഞ്ഞാടിനെ അർപ്പിച്ചിരുന്നത് എന്ന ചോദ്യം പാപപരിഹാരാർത്ഥമായിരുന്നു എന്ന ഉത്തരത്തിലേക്ക് നമ്മളെ എത്തിക്കും. യേശു കർത്താവും മരിച്ചത് ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ലോകത്തിൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് യേശു കർത്താവ് മരിച്ചത് എന്ന കാരണത്താൽ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനും പുതിയ നിയമത്തിലെ പുതിയ പെസഹ കുഞ്ഞാടായ യേശു കർത്താവും തമ്മിലുള്ള ബന്ധത്തെയാണ് സഹോദരങ്ങളെ യോഹന്നാൻ സുവിശേഷകൻ സമ്യക്കായി അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഇവിടെ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ് പഴയ ദൈവജനമായ ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ടത് എന്ന് സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കുന്നതും വായിക്കുന്നതുമായ ഒരു യാഥാർത്ഥ്യമാണല്ലോ. പെസഹ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങൾ എന്തു ചെയ്യണമെന്ന് പുറപ്പാട് ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പെസഹായ്ക്ക് വേണ്ടി കൊല്ലുന്ന കുഞ്ഞാടിൻ്റെ രക്തത്തിൽ കുറച്ചെടുത്ത് നിങ്ങളുടെ വീടിൻ്റെ കട്ടിളപ്പടിയിന്മേൽ നിങ്ങൾ തളിക്കണം. സംഹാരദൂതൻ കടന്നു പോകുമ്പോൾ രക്തം തളിക്കപ്പെട്ട കട്ടിളപ്പടികളുള്ള വീടുകളിലെ ആദ്യജാതന്മാരെ സംഹരിക്കാതെ സംഹാരദൂതൻ കടന്നു പോകുമെന്നും അതുവഴിയായി ഇസ്രായേൽ ജനങ്ങളിലെ ആദ്യജാതന്മാർ കടിഞ്ഞൂൽ സന്താനങ്ങൾ സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതുമാണ് പുറപ്പാടിൻ്റെ ഗ്രന്ഥത്തിലെ പെസഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെയും പഴയ ദൈവജനമായ ഇസ്രായേൽ ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട കാലത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമത്തിൽ യോഹന്നാൻ സുവിശേഷകൻ പെസഹ കുഞ്ഞാടായി യേശു കർത്താവിനെ അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും വിമോചിതരായി പുതിയ ദൈവജനം രൂപം കൊള്ളുന്നത് പുതിയ പെസഹ കുഞ്ഞാടായ മിശിഹായുടെ രക്തത്തിലൂടെയാണ് എന്ന് രക്തം ചിന്തി കാൽവരി കുരിശിൽ മരിച്ച യേശു കർത്താവാകുന്ന പെസഹ കുഞ്ഞാടിലൂടെ യോഹന്നാൻ സുവിശേഷകൻ മനോഹരമായി അവതരിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഈ യാഥാർത്ഥ്യമാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം സ്നാപകൻ്റെ സാക്ഷ്യത്തിലൂടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നമ്മൾ 1-ാമത്തെ അധ്യായം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്. 1-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ യേശു കർത്താവിൻ്റെ പരസ്യജീവിതത്തിൻ്റെ സമയത്ത് ആരംഭത്തിൽ തന്നെയും അവനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അതാണ് സ്ക്രീനിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം തിരുവചനം. സ്നാപക യോഹന്നാൻ ഇപ്രകാരം പറഞ്ഞു: ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്.
ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞുകൊണ്ടാ സ്നാപക യോഹന്നാൻ ഈ ലോകത്തിന് യേശു കർത്താവിനെ പരിചയപ്പെടുത്തിയത്. എത്ര മനോഹരമായിട്ടാ പഴയ നിയമത്തിലെ പുറപ്പാട് ഗ്രന്ഥത്തിൽ സംഭവിച്ച കാര്യവുമായി പെസഹായുടെ ആചരണവുമായി ബന്ധപ്പെട്ട് പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി യേശു കർത്താവിനെ അവസാനത്തെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുന്ന സ്നാപക യോഹന്നാൻ ഈ ലോകത്തിന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നത് എന്നത് നമുക്ക് വളരെ മനോഹരമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. കാരണം ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു കർത്താവ് എന്ന് അസന്നിഗ്ധമായി സ്നാപക യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ സുവിശേഷകൻ അത് കൃത്യമായി കോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് 1-ാം അധ്യായത്തിൻ്റെ 29-ാം തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, സുവിശേഷകന്മാരുടെ ദൈവശാസ്ത്രപരമായ ഊന്നലുകളാണ് സമാന്തര സുവിശേഷത്തിൽ നിന്നും 4-ാം സുവിശേഷമായ യോഹന്നാൻ്റെ സുവിശേഷത്തെ വ്യത്യസ്തമാക്കുന്നത് എന്ന് ഈ സുവിശേഷത്തിൻ്റെ പഠനം ആരംഭിച്ചപ്പോൾ തന്നെ ആമുഖത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയിരുന്നു. ഓരോ സുവിശേഷകനും സുവിശേഷം എഴുതിയത് ദൈവശാസ്ത്രപരമായ ഒരു ഊന്നൽ മുന്നിൽ കണ്ടുകൊണ്ടാണ്. യോഹന്നാൻ കാണുന്ന ദൈവശാസ്ത്രപരമായ ഊന്നലല്ല ലൂക്ക കൊടുക്കുന്ന ഊന്നൽ. അതുകൊണ്ടാണ് ഈ സുവിശേഷങ്ങൾ തമ്മിൽ വ്യത്യസ്തതകൾ ഉള്ളത് എന്നതും ഇത്തരുണത്തിൽ പ്രസ്താവ്യമായ കാര്യമാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. സമാന്തര സുവിശേഷങ്ങൾ അന്ത്യ അത്താഴത്തിനും പരിശുദ്ധ കുർബാന സ്ഥാപനത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള വിവരണം നൽകുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ ജനങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ജീവൻ വെടിഞ്ഞ പെസഹ കുഞ്ഞാടായി ഈശോയെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തങ്ങളായ 2 വീക്ഷണങ്ങളിലൂടെ ദൈവശാസ്ത്രപരമായി യോഹന്നാനും സമാന്തര സുവിശേഷകന്മാരും അവതരിപ്പിക്കുന്നത്. ഇവിടെ ആദ്യം നമ്മൾ കാണുന്നത് സമാന്തര സുവിശേഷകന്മാരുടെ ഊന്നൽ എന്തിനുള്ളതായിരുന്നു എന്നതാണ്. അവർ പ്രധാനമായും ലക്ഷ്യം വെച്ചത് അന്ത്യ അത്താഴത്തിനും അതോടൊപ്പം യേശു കർത്താവ് സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയ്ക്കുമാണ് എന്നത് സമാന്തര സുവിശേഷകന്മാരുടെ അന്ത്യ അത്താഴത്തിൻ്റെ വിവരണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അന്ത്യ അത്താഴവും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമാണ് സമാന്തര സുവിശേഷകന്മാർ ഊന്നൽ കൊടുത്തുകൊണ്ട് പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തമായി യോഹന്നാൻ സുവിശേഷകൻ ജനങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് ജീവൻ വെടിഞ്ഞ പെസഹ കുഞ്ഞാടായി കർത്താവിനെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് യോഹന്നാൻ്റെ യുണീക്ക്നെസ്, യോഹന്നാൻ്റെ തനിമ എന്ന് നമ്മൾ വിളിക്കുന്നത് അതാണ്. യോഹന്നാൻ യേശു കർത്താവ് ഈ ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് എന്നുള്ള ദൈവശാസ്ത്രപരമായ ഒരു വീക്ഷണത്തെയാണ് അവതരിപ്പിക്കുന്നത്. സമാന്തര സുവിശേഷകന്മാർ കഥ പറയുന്നത് പോലെ കർത്താവിൻ്റെ ജീവിതം പറഞ്ഞു പോകുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ കഥയിലൂടെ ദൈവശാസ്ത്രം അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് വ്യത്യസ്തമായി ഞാനും നിങ്ങളും തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യം. പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ് പഴയ നിയമ ജനത രക്ഷിക്കപ്പെട്ടത് എന്നത് പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 28 വരെയുള്ള വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. സഹോദരങ്ങളെ, ഈ വചനഭാഗം മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ബൈബിളിൽ നിന്നും പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വചനങ്ങൾ ഇതിനോട് ചേർത്ത് വായിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം പഴയ നിയമത്തിൽ പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്തിലൂടെയാണ് ദൈവജനം രക്ഷിക്കപ്പെട്ടത്. പഴയ നിയമ ജനതയെ സംബന്ധിച്ചിടത്തോളം പെസഹ രക്ഷയുടെ അനുഭവത്തിലേക്കുള്ള ഒരു കടന്നുപോകലായിരുന്നു. പെസഹായുടെ അർത്ഥം തന്നെ കടന്നുപോകൽ എന്നാണെന്ന് അറിയാമല്ലോ. ഇതൊരു കടന്നുപോകലാണ്. രക്ഷയുടെ അനുഭവത്തിലൂടെ പാപജീവിതത്തെ വെറുത്തുപേക്ഷിച്ച് രക്ഷകനായ പെസഹ കുഞ്ഞാടായ യേശു കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് കടന്നുപോകുന്ന രക്ഷാകരമായ ഒരു കടന്നുപോകലിൻ്റെ ഓർമ്മയാണ് യോഹന്നാൻ സുവിശേഷകൻ ഇവിടെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ഇതുപോലെ
നമ്മെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടത്തിക്കൊണ്ടു പോകാനാണ് പെസഹ കുഞ്ഞാടായി ഈശോ ബലി അർപ്പിക്കപ്പെട്ടത് എന്നതും സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇവിടെ പാപപരിഹാരാർത്ഥമുള്ള ബലിയർപ്പണമാണ് യോഹന്നാൻ സുവിശേഷകൻ്റെ ഊന്നൽ എന്ന് പറയുന്നത്. അതാണ് ത്രസ്റ്റ്. ഈ വചനഭാഗം നമ്മളെ ഓർമ്മപ്പെടുന്ന അന്തസത്ത എന്ന് പറയുന്നതാണ് പാപങ്ങൾ മോചിക്കുന്ന പെസഹ കുഞ്ഞാടിൻ്റെ തിരുരക്തം. ഇനി നമ്മൾ ഈ വചനഭാഗത്തിൻ്റെ രണ്ടാമത്തെ വിഭാഗത്തിലേക്ക് കടക്കുകയാണ്. അതിന് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഞാൻ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ ഈശോയുടെ മഹത്വീകരണം എന്നാണ്. ദ ഗ്ലോറിഫിക്കേഷൻ ഓഫ് ജീസസ്. ഈശോയുടെ മഹത്വീകരണം സംഭവിക്കുന്നു. എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് കർത്താവ് ആവർത്തിച്ചു പറയുന്ന വചനങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ. എന്നാൽ ഇവിടെ കർത്താവിൻ്റെ സമയം പൂർത്തിയാവുകയും അവൻ മഹത്വീകരിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിലൂടെ അന്ത്യ അത്താഴത്തിൻ്റെ പെസഹ വിവരണത്തിലൂടെ യോഹന്നാൻ സുവിശേഷകൻ നമുക്ക് നൽകുന്ന സന്ദേശം. ഈശോയുടെ മഹത്വീകരണം ആരംഭിക്കുന്നതിൻ്റെ സൂചന അധ്യായത്തിൻ്റെ ആദ്യ വാചകത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നത് യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ആ വചനഭാഗം ഇങ്ങനെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം തിരുവചനം. പെസഹ തിരുനാളിന് മുമ്പ് തന്നെ യേശു ഈ ലോകത്തിൽ നിന്ന് പിതാവിൻ്റെ പക്കലേക്ക് പോകാനുള്ള അവൻ്റെ മണിക്കൂർ വന്നു എന്നറിഞ്ഞു. ലോകത്തിൽ സ്വന്തമായുള്ളവരെ അവൻ സ്നേഹിച്ചു, അവസാനം വരെ അവരെ സ്നേഹിച്ചു. സഹോദരങ്ങളെ, യോഹന്നാൻ ശ്ലീഹ എഴുതുകയാണ്, ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുമ്പ് ഈശോ അറിഞ്ഞു. അതുകൊണ്ടാണ് ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പെസഹ ഒരുക്കുന്നത്. താൻ ഈ ലോകത്തിൽ നിന്ന് ദൈവപിതാവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നതിന് മുൻപായി തൻ്റെ പ്രിയപ്പെട്ടവരായി താൻ വിളിച്ച് ചേർത്ത് കൊണ്ടു നടന്ന തൻ്റെ 12 പേരെ യേശു കർത്താവ്, നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ, ഒരു ട്രീറ്റ് കൊടുക്കുകയാണ്. ഇന്ന് എന്ത് ആഘോഷങ്ങൾ വരുമ്പോഴും കൂട്ടുകാരെ വിളിച്ചു കൂട്ടി പാർട്ടി നടത്താറുണ്ട്, ഇല്ലേ? അത് ജന്മദിനമാകട്ടെ, മാമോദീസയാകട്ടെ, ആദ്യ കുർബാന സ്വീകരണമാകട്ടെ, അതുമല്ലെങ്കിൽ വിവാഹമാകട്ടെ, ജൂബിലികളാവട്ടെ, എന്ത് കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും ഒരു ട്രീറ്റ് കൊടുക്കുക, ഒരു പാർട്ടി നടത്തുക എന്നുള്ളത് ഇന്ന് വളരെ കോമണായി നടക്കുന്ന ഒരു കാര്യമാണ്, വിരുന്നു കൊടുക്കുക എന്നുള്ളത്. ഇവിടെ അന്ത്യത്താഴം ഒരു വിരുന്നാണ്. യേശു കർത്താവ് കാൽവരി കുരിശിൽ മരിക്കാൻ പോകുന്ന തൊട്ടു മുൻപ് തലേ ദിവസം രാത്രി തൻ്റെ പ്രിയപ്പെട്ടവരെ വിളിച്ചുകൂട്ടി അവർക്കായി ഒരു ട്രീറ്റ്, ഒരു പാർട്ടി ഒരുക്കുകയാണ്. ഈ ലോകം വിട്ട് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ സമയമായി എന്നറിഞ്ഞ കർത്താവ് പെസഹ തിരുനാളിൽ അന്ത്യത്താഴം ഒരു പാർട്ടിയായി, ഒരു ട്രീറ്റായി, തൻ്റെ ശിഷ്യന്മാർക്ക് വിരുന്നായി അവൻ വെച്ചു വിളമ്പുകയാണ്. സഹോദരങ്ങളെ, പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകൽ എന്നാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. തൻ്റെ മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും ഈശോ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു പോവുകയായിരുന്നു എന്ന് ഈ പെസഹ ആചരണം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈശോ തൻ്റെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ ദൈവപിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. ഈ കടന്നുപോകൽ പഴയ നിയമ പശ്ചാത്തലത്തിലുള്ള പെസഹായോട് ബന്ധപ്പെടുത്തിയാണ് ഈശോ ആചരിച്ചത് എന്നതാണ് ഇവിടെ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ളൊരു ബന്ധമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പഴയ നിയമത്തിലെ പെസഹ ആചരണത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പുതിയ നിയമത്തിൽ തൻ്റെ അന്ത്യത്താഴം ഒരുക്കി ഒരു പെസഹ ആചരണം നടത്തിക്കൊണ്ടാണ് കാൽവരി കുരിശിലേക്ക് കർത്താവ് നടന്നു കയറുന്നത് എന്ന് യോഹന്നാൻ ശ്ലീഹ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ഈശോ തൻ്റെ ജീവിതം നയിച്ചിരുന്നത് പെസഹ അഥവാ തൻ്റെ പിതാവിൻ്റെ പക്കലേക്കുള്ള കടന്നുപോകൽ മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്ന് യോഹന്നാൻ സുവിശേഷത്തിലെ 13-ാം അധ്യായം വായിക്കുന്നവർക്ക് മനസ്സിലാകും.
കാരണം തൻ്റെ ജീവിതാന്ത്യത്തോടടുത്തുകൊണ്ടിരുന്നപ്പോൾ പെസഹായെക്കുറിച്ചുള്ള അനുസ്മരണം ഈശോ തുടർച്ചയായി നടത്തുന്നതായി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇത്തരുണത്തിൽ നമ്മൾക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന 2 വാക്യങ്ങളുണ്ട്. ഇപ്രകാരമുള്ള യേശു കർത്താവിൻ്റെ കടന്നുപോകൽ എപ്രകാരമാണ് ലോകത്തിന് രക്ഷയായി ഭവിച്ചത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സുവിശേഷകനായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന 2 വചനഭാഗങ്ങൾ. അതിലൊന്നാമത്തേത് യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 55-ാം വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 55-ാം വചനം ഇപ്രകാരമാണ് നാം വായിക്കുക. യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു. ഗ്രാമങ്ങളിൽ നിന്ന് വളരെ പേർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിന് പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയി. ഇവിടെ ദൈവത്തിൻ്റെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്, യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്തിരുന്നു എന്നാണ് വചനം പറയുന്നത്. യഹൂദരുടെ പെസഹാ തിരുനാൾ അടുത്ത സമയത്താണ് ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് അവർ പോകുന്നത്. ഇനി 2-ാമത്തെ വചനം 12-ാം അധ്യായത്തിലെ 1-ാം തിരുവചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 1-ാം തിരുവചനം. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. നോക്കിക്കേ, പെസഹായുടെ ഒരുക്കത്തിന് ദിവസങ്ങൾ എന്ന് 11-ാം അധ്യായം 55-ാം തിരുവചനത്തിലും ബഥാനിയായിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് ഈശോ വന്നുവെന്ന് 12-ാം അധ്യായം 1-ാം തിരുവചനത്തിലും യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ പ്രിസിഷൻ എന്ന് പറയുന്നത് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്, ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈശോ ശിഷ്യന്മാരോടൊത്ത് പങ്കുവെച്ചത് പെസഹ ഭക്ഷണം തന്നെയായിരുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് കേവലം ഒരു പാർട്ടി പോലെയോ ഒരു ഡിന്നർ പോലെയോ അല്ല, മറിച്ച് പെസഹ ആചരണത്തിൻ്റെ ഭാഗമായി അതിൻ്റെ പശ്ചാത്തലത്തിൽ അന്ത്യ അത്താഴം കഴിച്ച് ശിഷ്യന്മാരോട് വേർപിരിയുന്ന കർത്താവ്. ദുഃഖത്തിൻ്റെ സമയമാണിത്. ഈശോ പല പ്രാവശ്യം ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം, ഇല്ലേ? 3 വർഷക്കാലം ശിഷ്യന്മാരോടൊപ്പം ഒരുമിച്ച് ജീവിച്ച കർത്താവ് പല പ്രാവശ്യങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകാം. 2 പ്രാവശ്യമെങ്കിലും പെസഹ ഭക്ഷണവും കഴിച്ചിട്ടുണ്ടാകാം 3 വർഷത്തെ പരസ്യ ജീവിതത്തിനിടയിൽ. എന്നാൽ ശിഷ്യരോടുകൂടെ അവസാന പെസഹ ഭക്ഷിക്കാൻ ഈശോ അത്യധികം ആഗ്രഹിച്ചിരുന്നു എന്ന് ലൂക്കാസ് സുവിശേഷകൻ അന്ത്യ അത്താഴത്തെക്കുറിച്ച് പറയുന്ന ഇടമായ 22-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 22-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ നാം വായിക്കുന്ന വചനം ഇപ്രകാരമാണ്. ലൂക്കാ 22:15. അവൻ അവരോട് പറഞ്ഞു, പീഡ സഹിക്കുന്നതിന് മുൻപ് നിങ്ങളോടുകൂടെ ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആശിച്ചു. പീഡാസഹനത്തിന് മുൻപ് നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കാൻ ഞാൻ അതിയായി ആഗ്രഹിച്ചു എന്ന് പറഞ്ഞ് യേശു കർത്താവ് പല ആവർത്തി ശിഷ്യന്മാരോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും മുൻപ് 2 തവണ പെസഹ ആചരിച്ചിട്ടുണ്ട് ശിഷ്യന്മാരോടൊപ്പമെങ്കിലും ഇത്തവണ അവസാനമായി ഞാൻ നിങ്ങളോടൊപ്പം ഈ പെസഹ ഭക്ഷിക്കണമെന്ന് അത്യധികം ആഗ്രഹിച്ചിരുന്നു എന്ന് ലൂക്കാസ് സുവിശേഷകൻ 22-ാം അധ്യായത്തിൻ്റെ 15-ാം തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ മരണ ഉദ്ധാനങ്ങളിലൂടെയുള്ള ഈശോയുടെ കടന്നുപോകൽ യാഥാർത്ഥ്യമാകുന്നതും അതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന കൂദാശ സ്ഥാപിക്കുന്നതുമായ പെസഹ ആയിരുന്നു അത് എന്ന ഓർമ്മപ്പെടുത്തൽ നടത്താൻ വേണ്ടിയിട്ടാണ്. സഹോദരങ്ങളെ, യേശു കർത്താവിൻ്റെ ക്രൂശ് മരണവും ഉത്ഥാനവും രക്ഷാകരമായ കടന്നുപോകലിലൂടെ ദൈവജനത്തിനു വേണ്ടിയിട്ട് അവിടുന്ന് നൽകുന്ന പാപമോചനത്തിൻ്റെ സന്ദേശമാണ് എന്നുള്ളതും ഇത് ദിവ്യകാരുണ്യം എന്നുള്ള വിശുദ്ധ കുർബാന എന്നുള്ള കുദാശയുടെ സ്ഥാപനമാണ് എന്നുള്ളതും നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വചനങ്ങളിലൂടെ.
ലൂക്കാ സുവിശേഷകൻ മനോഹരമായി ആ വചനഭാഗം എഴുതി വച്ചിട്ടുമുണ്ട്. വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തെക്കുറിച്ച് അവൻ കൈകളിൽ അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരമാണ് എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുന്ന വചനഭാഗം. പ്രിയപ്പെട്ടവരെ, തൻ്റെ കടന്നുപോകൽ പീഡാനുഭവ മരണ ഉദ്ധാനങ്ങളിലൂടെയാണെന്നുള്ള അവബോധം ഈശോയ്ക്കുണ്ടായിരുന്നു. ഈശോയുടെ ഒരു കൺവിക്ഷനാണിത്. താൻ കടന്നു പോകുന്നത് ലോകത്തിനു വേണ്ടിയുള്ള രക്ഷ നൽകാനുള്ള, പാപമോചനത്തിനു വേണ്ടി തിരുരക്തം കാൽവരിക്കുരിശിൽ അർപ്പിക്കുകയാണ് തൻ്റെ ഉത്തരവാദിത്വം. അതിനു വേണ്ടിയിട്ടാണ് പിതാവ് എന്നെ ഈ ലോകത്തിലേക്ക് വിളിച്ചത് എന്നുള്ള ഓർമ്മ യേശു കർത്താവിന് നന്നായി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ വചനഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് സഹനങ്ങളിലൂടെ മഹത്വത്തിലേക്ക് കടന്നു വരുന്ന ഒരു കടന്നുപോകലായതുകൊണ്ട് മഹത്വീകരണം എന്ന് ഈ കടന്നുപോകലിനെ വിശേഷിപ്പിക്കുന്നതും ഞാൻ അപ്രകാരം ഒരു തലവാചകം ഈ വചനഭാഗത്തിന് കൊടുത്തതിൻ്റെയും കാരണം. യോഹന്നാൻ 17-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനത്തിൽ ആ മഹത്വീകരണത്തെക്കുറിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. ഇവ പറഞ്ഞ ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, പിതാവേ, ആ മണിക്കൂർ വന്നിരിക്കുന്നു. പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തേണമേ. എത്ര മനോഹരമായിട്ടാ പുത്രനായ യേശു കർത്താവ് പിതാവിൻ്റെ മുമ്പിൽ പ്രാർത്ഥനയോടെ പറയുന്നത്. പിതാവേ, സമയമായിരിക്കുന്നു എന്നാ ഈശോ പറഞ്ഞേ. മുൻപ് സമയമായില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ പറയാണ് അന്ത്യത്താഴത്തിന് ശേഷം സമയമായിരിക്കുന്നു. എന്തിനു വേണ്ടിയുള്ള സമയമാണ്? പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ മഹത്വീകരണത്തെക്കുറിച്ച് സമയമായി എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ യേശു കർത്താവ് അവതരിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പഠിച്ച ഈ വചനഭാഗങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് യേശു കർത്താവിൻ്റെ ജീവിതവും അവൻ്റെ കുരിശുമരണവും എന്നുള്ളത് ഒരു കടന്നുപോകലായിരുന്നു എന്നുള്ളതും അത് രക്ഷാകരമായ അനുഭവത്തിലേക്കുള്ള കടന്നുപോകലാണെന്നും അവൻ പെസഹ കുഞ്ഞാടായി തന്നെ ഈ ലോകത്തിന് നൽകിയവനാണെന്നും അതിലൂടെയാണ് ഈ ലോകത്തിൻ്റെ രക്ഷ സാധ്യതമായത് എന്നും യോഹന്നാൻ സുവിശേഷകൻ മനോഹരമായി ഓർമ്മപ്പെടുത്തുന്ന വചനഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ച അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം. വീണ്ടും കാണും വരെയും നിങ്ങൾക്കെല്ലാവർക്കും യേശുനാമത്തിൽ ശുഭവന്ദനം.